വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പ്രതിപക്ഷ എംപിമാർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് വിട്ടയച്ചു. 30 എംപിമാരെ കൂടിക്കാഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചെങ്കിലും നേതാക്കൾ നിരസിച്ചു. नरेंद्र मोदी चोर है, गली गली में शोर है, नरेंद्र मोदी चोर है। देखो चौसमाटा के भेंगे दिलो, आस्ते दिलो ना, चौसमाटा के भेंगे दिलो, जोर करे आगे जाएंगे, बिल्कुल आगे जाएंगे, बिल्कुल। भैया जी पहले ही बैरिकेड लगा दिया गया है। भैया जी पहले ही बैरिकेड लगा दिया गया है। വലിയ പ്രതിഷേധം അങ്ങനെ ഡൽഹിയിൽ. വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഈ അറസ്റ്റ് ചെയ്ത എല്ലാ എംപിമാരെയും ഇതിനോടകം വിട്ടയച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനീത, വലിയ പ്രതിഷേധമായിരുന്നുവല്ലോ ഡൽഹിയിൽ. ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് നിരത്തുകളിലേക്ക് എത്തിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സംസ്ഥാനങ്ങളിലേക്ക് ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോരി എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഏതാണ്ട് 300ഓളം എംപിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നത്. പാർലമെന്റിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും പോലീസും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ട് ആ മാർച്ച് അവിടെ തടയുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തിരിച്ചു പോകണമെന്ന് എംപിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് അഖിലേഷ് യാദവ്, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള എംപിമാർ ഈ ബാരിക്കേഡ് മറികടന്ന് അവർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഒരു നിമിഷം വിനീത, ഇപ്പോൾ DMK എംപി കനിമൊഴി സംസാരിക്കുന്നു. We were arrested and detained in the police station today, and we were not allowed to go forth and meet them and explain our concerns. This is completely against. This is completely. Wait. You don't allow us to talk inside Parliament. You don't allow us to walk on the streets. No, please. I will finish. Don't try to threaten us. Are you planning to? Protest is going on. We will continue protest because this is against the citizens' right to vote and have a free and fair election. It is against the democracy of this country. So to protect that, we will continue our fight. We will fight. Thank you. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തണം. കനിമൊഴി ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കനിമൊഴിയെ പിന്തിരിപ്പിക്കാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രമം കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ച ശേഷമാണ് അവിടെ നിന്ന് കനിമൊഴി മടങ്ങിയിട്ടുള്ളത്. മറ്റെംപിമാരും അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞോ വിനീത? തീർച്ചയായും ഉന്മേഷ്, എംപിമാരൊക്കെ തന്നെ മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ചില എംപിമാരെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞതുപോലെ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി എത്തിയ ചില എംപിമാർ, അവർ ഈ ഡീൻ കുര്യാക്കോസ്, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡ് മറികടന്ന് അവർ റോഡിൽ കുത്തിയിരുന്ന് ഏതാണ്ട് മണിക്കൂറുകളോളമാണ് പ്രതിഷേധിച്ചത്. ഇവരെയൊക്കെ തന്നെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെ അറസ്റ്റ് ചെയ്ത് സമീപമുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ശക്തമായിട്ടുള്ള, ഇപ്പോൾ കനിമൊഴി പറഞ്ഞതുപോലെ, ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ഉയർന്ന പ്രതിഷേധം പിന്നീട് നിരത്തുകളിലേക്ക് മാറിയതാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഈ പ്രതിഷേധം ഇനി സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി എത്തിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് AICCയിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യും. വൈകിട്ട് 7 മണിക്ക് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രത്യേക യോഗം കൂടി ചേരുന്നുണ്ട്. ഉന്മേഷ്.